ഹലോ സാറേ, ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുക. അയ്യപ്പൻകുട്ടി സാറ്. പിച്ചളേ സാറേ. സാറേ 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 എന്താ സാറേ? സാറേ 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 എന്താ സാറേ? സൂക്ഷിച്ചു പോടാ. കള്ളന്മാരെയും പിടിച്ചുപറിക്കാരൊക്കെ വലിയ പ്രശ്നമായിപ്പോ. സദാചാര പോലീസുകാർ ആണും പെണ്ണും കൂടി എവിടെയെങ്കിലും ഇരുന്നൊന്ന് മിണ്ടിയ അപ്പ ചാടി വീഴും വാളും എടുത്തോണ്ട്. സാറേ, നമ്മുടെ പഴയൊരു പുള്ളി വന്നിട്ടുണ്ട്. വരാൻ പറ. കയറി വാ. സാർ, നമ്മുടെ CI അയ്യപ്പൻകുട്ടി സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാനൊരു ആവശ്യത്തിനായി സാറിനെ വിളിച്ചതായി. എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു സാറിന്റെ സംസാരം. അയ്യപ്പൻകുട്ടി സാറിന് പ്രശ്നം? നീ CI അയ്യപ്പൻകുട്ടി സാറിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? അതെ സാറേ, ഞാൻ പറയണത് വിശ്വസിക്കണം. എത്രയും പെട്ടെന്ന് സാർ എവിടെയെന്ന് കണ്ടെത്തണം. എടാ, നീ ഒരു കള്ളൻ. കള്ളനെ പിടിക്കുന്ന ജോലി ഞങ്ങൾ പോലീസുകാരുടേതാണ്. എന്നിട്ട് നീ വന്ന് പോലീസിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നേ? സാറേ, ദയവ് ചെയ്ത് സാറൊന്ന് സൈബർ സെല്ലിലേക്ക് വിളിക്കും. അയ്യപ്പൻകുട്ടി സാറിന്റെ മൊബൈൽ ഏത് ടവറിന്റെ കീഴിലാണെന്ന് കണ്ടെത്തണം. നീ എന്താടാ പോലീസിനെ പണി പഠിപ്പിക്കണം? എന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനിയും വൈകിയ സാറിന്റെ ജീവൻ ആപത്താ. നീ ഇവിടെ മാറിയിക്ക്. നീ വന്നേ. ഉള്ളതാണോടെ ഈ പറയുന്നത്? സത്യ സാറേ. ഇനി കള്ളം പറഞ്ഞത് പോലീസ് കേട്ടില്ല എന്ന് വേണ്ട. എന്തൊക്കെയോ ചെയ്തു തീർത്തന്റെ ഒരു സുഖമാണ് സഞ്ജു. നിന്റെ ഈ തിരിച്ചുവരവിന്റെ കാരണക്കാരാണെന്ന് നിനക്കറിയോ? കാരണക്കാരിയല്ല, കാരണക്കാരൻ നീ സഞ്ജു, എന്റെ കൂട്ടുകാരൻ. അല്ല ശിവ, അതിന് നീ കുട്ടിമണിയോടെ നന്ദി പറയണ്ടേ. കുട്ടിമണിയോടോ? അതെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാ അവള്. അവളെ തേടിയുള്ള അന്വേഷണത്തിനൊടുവിലാ ഞാനിവിടെ എത്തിപ്പെട്ടതും നിന്നെ കണ്ടതും. കുട്ടിമണി, എന്നിട്ടിപ്പോ അവളെവിടെ? അവള് ഇവിടെ എവിടെയോ ഉണ്ട്. ശിവ, കുട്ടിമണി ഇല്ലാതെ നമുക്ക് തിരിച്ചു ചെല്ലാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവളെയും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ സഞ്ജു. ഇനി അന്വേഷണം നമുക്കൊരുമിച്ചാണ്. സഞ്ജു വാടാ. കുട്ടിമണിയെ, കുട്ടിമണിയെ, നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോ. ശരി. കുട്ടിമണി, 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 കുട്ടിമണി,
കുട്ടിമണി! കുട്ടിമണി! ഇവളിത് എവിടെ പോയി കിടക്കണം? നാശം പിടിക്കാൻ അവൾ ഇവിടെ പോയി കിടക്കുക. അവളെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചവനാണ് ഞാൻ. ഇപ്പൊ തെരഞ്ഞെടുക്കേണ്ട ഗതികേടാണ്. മതികലയ്ക്ക് ഭ്രാന്ത സഞ്ജു. എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും അവളെ തപ്പിയെടുത്തേ പറ്റൂ. ഞാൻ ഈ വഴി നോക്കാം. അവളില്ലാതെ തിരിച്ചു പോകാൻ കഴിയില്ല നമുക്ക്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഓ, പാഞ്ചാലിമേട് ടവർ ലൊക്കേഷനിൽ മൊബൈൽ ഉണ്ടല്ലേ? ശരി, കീപ് വാച്ചിങ്. ഞാൻ വിളിക്കാം. നമുക്ക് ഉടനെ പുറപ്പെടാം സാറേ. എടോ, താൻ പറയുന്നത് പോലെ ഒരു പ്രശ്നവും അയ്യപ്പൻകുട്ടി സാറിന് ഉണ്ടാവില്ല. പാഞ്ചാലിമേട് ടവർ ലൊക്കേഷനിൽ അയ്യപ്പൻകുട്ടി സാറിന് ഒരു പേഴ്സണൽ സെല്ലുണ്ട്. എനിക്ക് സംശയിക്കേണ്ട സാറേ, അവിടെ വെച്ച അയ്യപ്പൻകുട്ടി സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. താൻ പറയുന്നതും വിശ്വസിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന ചീത്ത വിളിച്ച് ചെവിക്കല്ല് പൊട്ടിക്കും സാർ. ഏതെങ്കിലും കൊടി കെട്ടിയ വില്ലനെ സാർ അതിനകത്തിട്ട് പൂട്ടിക്കണം. ചോദ്യം ചെയ്യൽ നടക്കുന്നതുകൊണ്ടാവും ഫോൺ എടുക്കാത്തത്. നമ്മൾ തലയിടാതിരിക്കുന്നത് നല്ലത്. ശ്ശോ, അങ്ങനെ പറയല്ല സാറേ. നിങ്ങൾക്ക് വരാൻ വയ്യെങ്കിൽ ആ സ്ഥലം ഒന്ന് പറഞ്ഞു. സാർ, ഇയാൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി അന്വേഷിച്ചാലോ? മാറി നിൽക്കടാ. പിസി സർ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും ഇയാളോടൊപ്പം ചെല്ല്. സാറിന് കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് തിരിച്ചു വന്നാൽ മതി. ശരി സാർ. വാടോ. എന്നാ ഞങ്ങൾ നടക്കട്ടെ സാർ. പോ. ശിവ, ഇനി ആ പൊട്ടിയെ തിരക്കി നടക്കാൻ എനിക്ക് വയ്യ. നീ മതികലെ വിളിക്കാം, എന്നിട്ട് പറ അവളെ കിട്ടിയില്ലെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല ശിവ. അവൾ വയലന്റ് ആവും. ഇല്ല സഞ്ജു, വിളിക്കേ. എന്നിട്ട് ആ അയ്യപ്പൻകുട്ടിയെ തീർത്ത കാര്യം കൂടെ അവളോട് പറയേ. അവൾക്ക് സന്തോഷാവും. എടാ, നീ ധൈര്യമായിട്ട് വിളിക്കടാ. എന്തായി, അവളെ കിട്ടിയോ? ഇല്ല മതി. നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? ഒരു പൊട്ടി പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നീ എന്തിനാടാ ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്? എന്റെ കഴിവെന്താണെന്ന് നീ ഇപ്പൊ അറിയും മതി. നിന്റെ ഒരു പരിചയക്കാരന് ഞാൻ ഫോൺ കൊടുക്കാം. പരിചയക്കാരനോ? അതെ. ശിവപാണ്ഡ്യ പെരുമാൾ സ്പീക്കിംഗ്. അയ്യോ ശിവ, നീ എവിടെയായിരുന്നു? അയ്യപ്പന്റെ പൊന്നമ്പലമേട്ടിൽ. കുറെ ദിവസമായി അയാളെന്റെ ദേഹത്ത് പേട്ട തുള്ളുവാൻ. പക്ഷെ ചാവുന്നതിന് മുമ്പ് അയാൾക്കത് മനസ്സിലായി. അയ്യപ്പന്റെ അപ്പനാ ശിവനെന്ന്. നീ അയാളെ കൊന്നോ? കൊന്നത് ഞാനല്ല. എന്നെ അന്വേഷിക്കാൻ മാഡം ചുമതലപ്പെടുത്തിയ സഞ്ജുവാ. ഇഞ്ചിഞ്ചായി ചോര വാർന്നു മരിക്കാൻ വിധിച്ചു അവനെ. ഇപ്പൊ തോന്നുന്നുണ്ടോ ഞാനൊരു കഴിവുകെട്ടവനാണെന്ന്? കഴിവുകെട്ടവനാണെന്ന് മാത്രമല്ല, നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന് കൂടി എനിക്കിപ്പോ മനസ്സിലായി. എടാ, ആരുടെ ഏതൊക്കെ ഫോൺ നമ്പറുകളാണ് പോലീസുകാരെ ട്രേസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ ലിസ്റ്റിൽ എന്റെയോ നിന്റെയോ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇതോടെ പെടും. ശിവ പിന്നെ പണ്ടേ പെട്ടിരിക്കുകയാണല്ലോ. പിടികിട്ട പുള്ളിയാണെന്ന് പ്രഖ്യാപിക്കാൻ അധികം താമസമൊന്നുമില്ല. അപ്പോഴാ രണ്ടും കൂടി ഫോണിലൂടെ വീരവാദം. എടാ, സിം കാർഡ് ട്രേസ് ചെയ്ത് ആസാമിൽ നിന്ന് വരെ പ്രതികളെ പൊക്കുന്ന കാലമായത്. അല്ല എങ്കിൽ പിന്നെ ഞാനിപ്പോ ഫോൺ കട്ട് ചെയ്തോളാം. ഇനി ഇപ്പൊ കട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പറയാനുള്ളതൊക്കെ രണ്ടോന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞല്ലോ.
വേഗം കുട്ടിമണിയെ കണ്ടെത്താൻ നോക്ക്. ശരി മതി. നീ ശിവയ്ക്ക് ഫോൺ കൊടുത്തേ. ശിവ, പറ മേഡം. ശിവ, ഞാൻ ചില പുതിയ കളികൾ കളിക്കുവാ ഇവിടെ. തൽക്കാലം ചോര ചിന്താത്തൊരു യുദ്ധം എന്റെ മനസ്സിൽ. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും. ഒരുങ്ങിയിരുന്നോണം. ഓക്കെ, പറഞ്ഞാൽ മതി. പുതിയ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കാം. കുറേ കാലം ഞാൻ അണ്ടർഗ്രൗണ്ടിലാവും. ശരി, അധികം വൈകാതെ ഒരു റീ എൻട്രി ഉണ്ടാക്കാൻ ഞാനും ശ്രമിക്കാം. അപ്പോ മനസ്സിന്റെ ഒരു കാലാൾ കൂടി തീർന്നു. ഈ കയ്യിൽ ചോര തെറിക്കാതെ. എന്നാലും ആ പൊട്ടി ഇവിടെ പോയി. എടാ സഞ്ജു, അവളെ കണ്ടുപിടിക്കേണ്ട ചുമതല നിന്റേതാ. എന്നോട് സ്ഥലം വിട്ടോളാനാ മതികല പറഞ്ഞത്. നീ വിട്ടോ. ഈ കാട്ടിനുള്ളിൽ അവൾ എവിടെ പോവാനാ? ഞാൻ കണ്ടുപിടിച്ചോളാം. അറിയാം. ഒറ്റയ്ക്ക് അവളെ അനുഭവിക്കാനായിരിക്കും താല്പര്യം. അതൊന്നല്ല. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ച് മാണിക്യമംഗലത്തെത്തിക്കാനാ മതിയുടെ കൽപ്പന. ആന്റി പറഞ്ഞു കേട്ട് അവളെയും കൊണ്ട് വന്നത് പണിയായി. ചുമ്മാ ഒന്നും വേണ്ടായിരുന്നു. ഹേയ്, അങ്ങനെ പറയാതെ സഞ്ജു. ആ പൊട്ടിയും കൊണ്ട് നിനക്ക് കാട് കയറാൻ തോന്നിയോണ്ടല്ലേ എനിക്ക് മോചനം കിട്ടിയത്. അതെ, ദൈവത്തിന്റെ ഓരോരോ കേളിവിലാണ്. പുള്ളിക്കാരൻ ശക്തനെ അങ്ങ് പന പോലെ പറത്തുകയല്ലേ. ശക്തനല്ല ശിവ, ദുഷ്ടനെ. അതൊക്കെ പണ്ട്. ഇപ്പോ ശക്തന്മാരോടാ ദൈവത്തിന് പോലും താല്പര്യം. അപ്രതീക്ഷിതമായി പോലീസിന്റെ കൈപ്പെടുമ്പോൾ എല്ലാം തീർന്നെന്ന് കരുതി തന്നെയാണ് ഞാൻ നിന്നത്. യുദ്ധം തോറ്റും മതികലയുടെ മുന്നിൽ ഒരിക്കൽ കൂടെ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. ദാ ഇപ്പം ഞാൻ വീണ്ടും സർവ്വസ്വതന്ത്രം. ഇനി പുതിയ തന്ത്രങ്ങൾ, പുതിയ ഗെയിം പ്ലാൻ. ഇതൊക്കെ തമ്പുരാന്റെ കളിയല്ലാതെ വേറെ എന്താ സഞ്ജു? അതെ ശിവ, ശരിയാ. അപ്പോ അയാൾ കൂടി തീരേണ്ടത് എന്റെ കൈ കൊണ്ടാണെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചവനിപ്പോ സ്വന്തം ചോര കുടിച്ച് കിടക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും ജീവൻ ഒടുങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ. അയ്യപ്പൻകുട്ടിയുടെ പടം മടങ്ങിയ സ്ഥിതിക്ക് മനസ്സിനും പിച്ചളയ്ക്കും ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോലും ആളില്ലാതായി. തികച്ചും അനാഥർ. മതിക്ക് കുട്ടിമണിയും അവളുടെ കുഞ്ഞിനെയും കൈ വെള്ളരിട്ടിങ്ങനെ അമ്മാനമാടാം. ഒരു തട്ടിങ്ങോട്ട്, ഒരു തട്ടങ്ങോട്ട്, ഇടയ്ക്ക് ഒരു ചവിട്ടും. മോനെ സഞ്ജു, ഇതൊക്കെ നീ അവളെ കണ്ടെത്തിയ ശേഷം പറയാൻ പറ്റൂ. ശരിയാ. ഇത്രയും നേരം നമ്മളവൾക്ക് വട്ടം ചുറ്റിക്കാൻ പറ്റിയല്ലോ. ശരിയാ. ഇപ്പോഴാ ആന്റി പറഞ്ഞതിൽ കാര്യമുണ്ട് എനിക്ക് ബോധ്യമായത്. കുട്ടിമണി ഇപ്പോ പഴയ കുട്ടിമണിയല്ല. അവക്കിപ്പോ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ പേടിച്ച് വരച്ച് അവളായിട്ട് തന്നെ എന്നെ കണ്ടെത്തിയെന്നെ. എന്തായാലും സഞ്ജു, ഞാൻ സൈൻ ഓഫ് ചെയ്യും. രാത്രിക്ക് മുമ്പ് ഈ സ്റ്റേറ്റ് വിടും. എന്നെ രക്ഷിച്ചതിനും ആ അയ്യപ്പൻകുട്ടിയെ തീർത്തതിനും ഒരിക്കൽ കൂടെ നന്ദി. ബൈ സഞ്ജു. ബൈ ശിവ. കുട്ടിമണി, കുട്ടിമണി. ഇവിടെ ആരെയും കാണാനില്ല. അയ്യപ്പൻകുട്ടി സാർ ഇങ്ങോട്ട് വന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ പറയാതെ സാറേ. അയ്യപ്പൻകുട്ടി സാറിന്റെ ജീപ്പ് വഴി കിടക്കണ കണ്ടില്ലേ? എടാ, സാർ ഇതിനകത്ത് കയറിയിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പാഞ്ചാലിമേട്ടിൽ തന്നെ ഉണ്ട്. വാ, നമുക്ക് താഴെ ഇറങ്ങി നോക്കാം. വാ. ഇല്ല, അയ്യപ്പൻകുട്ടി സാർ ഇവിടെ തന്നെ ഉണ്ട്. അയ്യപ്പൻകുട്ടി സാറേ, അയ്യപ്പൻകുട്ടി സാറേ, അയ്യപ്പൻകുട്ടി സാറേ.
ഇതിനകത്തൊന്നും ആരുമില്ല. സാറേ, അയ്യപ്പുണ്ടി സാറേ, 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 അയ്യപ്പുണ്ടി സാറേ, സാറേ. നേരാണോ നീ പറയുന്നത്? ശരിക്കും അന്വേഷിച്ചോ? പ്രമാണത്തിലാക്കിയെങ്കിൽ അതിന്റെ പകർപ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ കാണില്ലേ? ആ, നീ ഒന്ന് തപ്പി നോക്ക്. ആ, ശരി ശരി, ഞാൻ എൻ്റെ വഴിക്കും അന്വേഷിക്കാം. ആ, എടി, ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയും പോലെ ആ മതികല വയലോരം വീട്ടിൽ വന്നത് വെറുതെ അല്ലടി. കാര്യം എന്താന്ന് പറ. ആ, എടി, മതികരയുടെ തന്തപ്പടിയുണ്ടല്ലോ, വലിയ കൊമ്പത്ത മുതലാളി മഹാദേവൻ തമ്പി, അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ചത്. അതറിഞ്ഞിട്ടാ ഉരുമ്പട്ടവൾ പിന്നെയും വയലോരം വീട്ടിൽ പറ്റിക്കൂടിയിരിക്കുന്നു. അല്ലാതെ അവൾ മനസ്സു മാറിയതുമല്ല, പ്രതികാരം ചെയ്യാൻ വന്നതുമല്ല. അല്ല, ഈ തമ്പി സാർ എന്തിനാ അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തത്? ഈ വലിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആർക്കറിയാൻ വേണ്ടി? പ്രമാണത്തിൽ എന്താ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ, അത് വേണം, ആ. അന്വേഷിക്കണം. ആ. തമ്പി സാറിന്റെ കാലശേഷമേ അവകാശമുള്ളൂ എന്ന് മറ്റേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞ് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ലേ? നമ്മുടെ കുഞ്ഞു? അതെ, നമ്മുടെ സീതയുടെ മോളല്ലേ കുഞ്ഞുമണി. സീതയുടെ കുഞ്ഞപ്പം നമ്മുടെ കുഞ്ഞുവാ. ആ, സീത വെറും പാവാ. ഉം. ആ മതികല എങ്ങനെ അവളെ കളിപ്പിച്ചിട്ട് കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്നാ എന്റെ പേടി. എടി എടി എടി, ഇന്നലെ വരെ നീ പറഞ്ഞുകൊണ്ടിരുന്നത് വനജയും സീതയും കൂടെ നിന്റെ കുടുംബം തകർത്തു എന്നല്ലേ? ഇന്നിപ്പോ എങ്ങനെയാടി സീത എനക്ക് പാവമായത്? അതിപ്പോ മാനസാന്തരം ആർക്കും ഉണ്ടാവുമല്ലോ. സീത മനസ്സ് മാറി വയലോരം വീട്ടിൽ പോയില്ലേ, അതുപോലെ എന്റെ മനസ്സും അങ്ങ് മാറി. അതെപ്പോ? ആ, മാറി. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. ഓ, എനിക്ക് സീതമോളം കുഞ്ഞുമണിമോളം കാണാൻ കൊതിയാവുന്നു. അപ്പൊ സീതയുടെ മകൾ കോടീശ്വരിയാണെന്ന് അറിഞ്ഞപ്പോ നീ നകുലന്റെ കാര്യം മറന്നു അല്ലേ? മറന്നിട്ടൊന്നുമല്ല, ഏ? അവന്റെ കാര്യം ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാ എനിക്ക് സീതയോടും കുഞ്ഞിനോടും കൂടുതൽ സ്നേഹം. നകുലിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലേ അന്വേഷിച്ചു പോണം. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് വയലോരം വീട്ടിൽ നിന്ന് സീതയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവരാൻ അവനോട് പറയണം. അതിനി സീത ബാലനോട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വന്നില്ലെങ്കിൽ വരുത്തണം. ചുണക്കുട്ടിയാ നകുലൻ. നിങ്ങളും പണ്ട് വലിയ ഗുണ്ടയില്ലായിരുന്നോ? ആ, രണ്ടുപേരും കൂടി വിചാരിച്ചാലേ സീതയെ മോള് ഇവിടെ എത്തും. തീരെ നിവൃത്തിയില്ലെങ്കിൽ ആ കൊച്ചിനെ നമുക്ക് തട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവളോട് പറയാം കുഞ്ഞിനെ വേണമെങ്കിൽ ഇവിടെ വന്ന് പൊറുക്കാൻ. എന്നിട്ട് അവള് വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊടുക്കില്ല. ആ കുഞ്ഞിനെ ഞാൻ വളർത്തും, എന്റെ നകുലന് പിറക്കാതെ പോയ മകളായിട്ട്. നീ വളർത്തുവന്നു? അതെ, ഞാൻ തന്നെ. എന്താ, ഒരു കോടീശ്വര കുഞ്ഞിനെ ഞാൻ വളർത്തിയ കുഴപ്പം? അവളെ കാണാനിട്ട് എന്റെ ചങ്കു പിടയുക. നിന്റെ ചങ്കും കരളും പിടഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കൈക്കുഞ്ഞിന്റെ പേരിലെ തമ്പി സ്വത്ത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രായപൂർത്തിയാകുന്നവരെ കൈകാര്യം ചെയ്യാൻ ഒരാളെയും വച്ചിട്ടുണ്ടാവും. പല കൊനഷ്ടുകളും ഉണ്ടാകും ആ പ്രമാണത്തിൽ. ഉണ്ടാവോ? എടി, ഞാനും നീയും നിന്റെ മോനും ചേർന്ന് കുഞ്ഞിനെ തട്ടിയെടുത്താൽ നമുക്ക് കിട്ടുന്ന സ്വത്തായിരിക്കില്ല, ജയിലിലെ ചപ്പാത്തി ആയിരിക്കും. അത് നമ്മൾ തന്നെ പരത്തേണ്ടി വരും. അല്ല, അത് ആ, എന്തായാലും ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. കുഞ്ഞുമണിയുടെ അമ്മ എന്ന നിലയിൽ സീതയ്ക്ക് എന്തെങ്കിലും അവകാശം കാണാതിരിക്കില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കോടീശ്വര കുഞ്ഞിനെ എനിക്ക് വളർത്തിയേ പറ്റൂ. എന്തായാലും വനജയെ പോയി ഒന്ന് കാണാം. നാത്തൂനെ, ആഹാ, നാത്തൂനെന്താ വലിയ തയ്യലിലാണെന്ന് തോന്നല്ലോ. അവിടെ ഇരി, അവിടെ ഇരി. നമുക്ക് അകത്തേക്ക് ഇരിക്കാന്നേ. വേണ്ടെന്നേ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതൊക്കെ പഴയതായി. നാത്തൂന് കുറച്ച് ബ്ലൗസിന്റെ തുണി എടുക്കാം.
നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സ്ഥിതിക്ക് ഈ പഴയതൊക്കെ തന്നെ ധാരാളമാ. വീടിനുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്ന മനസ്സ് ചത്തുപോകും നാത്തൂനെ. നമുക്കൊന്ന് പോയി ചുറ്റിയടിച്ചിട്ട് വരാം. വയലോരം വീട്ടിൽ ഒന്ന് കയറാം. വയലോരം വീട്ടിലോ? എന്തിന്? ഇത് നല്ല ചോദ്യം. നമ്മുടെ സീതമോളും കുഞ്ഞുമണിമോളും അവിടെയല്ലേ? നാത്തൂന്റെ ചോര തന്നെയല്ലേ അത്? കുഞ്ഞിനെ കാണണമെന്ന് അമ്മൂമ്മയ്ക്ക് ആഗ്രഹമില്ലാതിരിക്കുവോ? ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ വല്യണ്ണൻ അറിഞ്ഞ ദേഷ്യപ്പെടും. തൽക്കാലം അങ്ങനെ അറിയണ്ട. നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. എൻ്റെ മക്കളെ കാണാൻ എനിക്കും കൊതിയായി. സീതമോളെ പോലെ എൻ്റെ മനസ്സ് മാറി. ഇപ്പൊ എനിക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണ്. അല്ലെങ്കിൽ തന്നെ സീതമോൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരമ്മയ്ക്ക് ഏറ്റവും വലുത് സ്വന്തം കുഞ്ഞ് തന്നെയാണ്. അവള് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയെന്ന് കരുതി നകുലം വാളെടുത്താലേ ഞാൻ മുമ്പിൽ കയറി നിൽക്കും. എന്നിട്ട് പറയും ആദ്യം എന്നെ കൊല്ലടാന്ന്. എടീ, നിന്നെ ഞാനങ്ങ് കൊന്നാലോ ശകുന്തളെ? എന്തിനാ വല്യണ്ണ ഈ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നേ? എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി സന്തോഷത്തോടെ വന്നല്ലേ? ഇവള് സന്തോഷത്തോടെ വന്നതേ നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടൊന്നുമില്ല. മതികരയുടെ തന്ത അയാളുടെ സ്വത്ത് സീതയുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചു എന്നറിഞ്ഞിട്ടാ. സീതയുടെ കുഞ്ഞിന്റെ പേർക്ക് തമ്പിസാറ് സ്വത്ത് എഴുതി വെച്ചെന്നോ? അതെ, ഒരു പുതിയ വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നതുവരെ സ്വത്തിന്റെ കൈവശ അവകാശം ലഭിക്കാം. ആഹാ, അതെന്നെ ഇടപാടാ. ആ കുഞ്ഞിന് തന്തയും തള്ളയൊക്കെ ഉള്ളതല്ലേ ബാലന് സീതേ. കൈവശാവകാശം അവർക്ക് കൊടുക്കുന്നതിന് പകരം രവിക്ക് കൊടുത്ത എന്തിനാ? അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, മഹാദേവൻ തമ്പിയോട്. എന്നാലും മഹാവൃത്തികേടായിപ്പോ അയാൾ കാണിച്ചത്. നമ്മുടെ കൊച്ചിന് സ്വത്ത് കിട്ടണമെങ്കിൽ 18 വയസ്സ് തികയണ്ടേ? വേണം. അന്ന് ചത്തില്ലെങ്കിൽ മനസ്സ് മാറി നീ കുഞ്ഞിന്റെ അടുത്ത് തന്നാ മതി. ഇപ്പോഴേ നാടകം കളിക്കണ്ട. അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ശരിയാവില്ല. ഇപ്പോഴേ നമ്മളൊരു ഒത്തുതീർപ്പ് പോകുന്നതാ ബുദ്ധി. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ തക്കം പാർത്തിരിക്കുക ആ മതികല പൂതന. അവിടെ കള്ളത്തരം ഉടനെ പൊളിക്കണം. അല്ല നാത്തൂനെ, കുഞ്ഞിനെ നോക്കാനായി നമുക്ക് രണ്ടാൾക്കും അവിടെ പോയി നിന്നാലോ? ഞാനില്ല. തമ്പിസാറിന്റെ കാശും സ്വത്തും ഒന്നും കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിക്കേ ഇല്ല. കുഞ്ഞിന് സ്വത്തുണ്ടെ കുഞ്ഞിന് കൊള്ളാം, സീതയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അവൾക്ക് കൊള്ളാം. എന്നെ വിട്ടേക്ക് നാത്തൂനെ. കുഞ്ഞിനെ സീതയെ നമ്മുടെ കൂടെ നിർത്തണമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക്. പറയാം. നീ പറയുന്നത് പോലെ മഹാദേവൻ തമ്പിയുടെ കാശ് കണ്ട് ഞാനും മറുകണ്ഠം ചാടാം. പക്ഷേ നഗരം വരുമ്പോൾ ആര് സമാധാനം പറയും? നീ പറയൂ. സീതയുടെ കൊച്ചിന് കാശുണ്ടെന്ന് കരുതി അവൻ നീ പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്നു തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് തുള്ളിക്കൂടാ? സീതയും കൊച്ചിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ സീതയ്ക്ക് ആദ്യം കൊടുത്ത വാക്ക്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. സീത ബാലനെ വിട്ട് ഇനി ഇറങ്ങി വരുമെന്ന് ആരും കരുതുകയും വേണ്ട. നമ്മൾ വിചാരിച്ചാലൊക്കെ നടക്കും നാത്തൂനെ. ഒന്നാലോചിച്ച് നോക്ക്. വയ്യാതിരിക്കുന്ന ബാലന്റെ കൂടെ എത്ര നാൾ ജീവിക്കും സീത? ആലോചിക്കേ. അപ്പൊ നാത്തൂന് മനസ്സിലാകും ഞാൻ പറയുന്നതിലും കാര്യമുണ്ട്. ബാലന്റെ ഏനക്കേട് മാറാത്ത സ്ഥിതിക്ക് കുഞ്ഞിനെ 18 വയസ്സ് വരെ വളർത്തണമെങ്കിലേ സീത ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാടിന്റെ ഫലം വയലോരം വീട്ടുകാരല്ലേ കൊണ്ടുപോകുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ശകുന്തള പറയുന്നത് അതിൻ്റെ ശരി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നാത്തൂനെ, എന്റെ ബുദ്ധി നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നാത്തൂൻ എൻ്റെ കൂടെ ഒന്ന് നിന്നോട്ടെ. കാണിച്ചു തരാം എൻ്റെ ബുദ്ധി എന്താണെന്ന്.
മതികല. മതി. അവളെ കിട്ടിയില്ല. കിട്ടിയില്ലെന്നോ? ഒന്ന് കളയും നിന്നെ ഞാൻ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കുട്ടിമണി മാണിക്യമംഗലത്ത് എത്തിയിരിക്കണം. അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് നിന്റെ അസ്തമയമായിരിക്കും. എടാ, എന്തൊക്കെ നാടകം കളിച്ചിട്ട് അവളെ എന്റെ കയ്യിലാക്കിയെന്ന് നിനക്കും അറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? മതി, ആന്റി പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു മിസ്സിങ് ഒട്ടും വിചാരിച്ചതല്ല. അമ്മ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അവളെയും കൊണ്ട് കാട് കയറുന്നതിന് മുൻപ് നീ എന്നെ ഒന്ന് വിളിക്കണ്ടായിരുന്നോ? മതി, തെറ്റ് പറ്റിപ്പോയി. നീ ക്ഷമിക്ക്. ഞാൻ ഒന്നുകൊണ്ട് നോക്കാം. അങ്ങനെ വെറുതെ നോക്കിയില്ലൊന്നും പോരാ. അവളെ കിട്ടിയിരിക്കണം. ഓ, ശിവ എവിടെ? അവൻ പോയിട്ട് കുറെ നേരമായി. ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക തിരച്ചിൽ. ആരെയും കാണുന്നില്ലല്ലോ. കുട്ടിമണി മാണിക്യമംഗലത്ത് തുടർന്ന് ആരോടാ ഒന്ന് പറയാ? ഇവിടെ കുറച്ച് മര്യാദയുള്ളത് ആ സീത കൊച്ചിനാ. അതിനോട് പറയാം. ആ അപ്പച്ചിയമ്മ എങ്ങാനും കണ്ടാ എന്നെ നിർത്തിപ്പൊരിയും. എന്നെയും മാണിക്യമംഗലത്തെ ദുഷ്ടക്കൂട്ടത്തിലായിരിക്കും പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ നേർ വഴിയേ പോണ്ട, വളഞ്ഞ വഴിയാ നല്ലത്. ഇതിലേ പോവാം. എന്തായാലും ശരി, കുട്ടിമണിയെ എനിക്ക് കിട്ടിയേ പറ്റൂ. കേട്ടല്ലോ, കുട്ടിമണിയെ എങ്ങനെ കണ്ടെത്തിയേ പറ്റൂന്ന്. ശരി മതി, ഞാൻ അവളെയും കൊണ്ടേ വരൂ. ശരി. സീതക്കുഞ്ഞല്ലേ നിൽക്കുന്നത്? തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റി. അവന്റെയൊക്കെ കാര്യം. പാവം, കുട്ടിമണിയെ കാണാതെ വിഷമിച്ചിരിക്കുക. സീതക്കൊച്ചേ, ഞാൻ ശീലാവതി, മാണിക്യമംഗലത്തെ ജോലിക്കാരിയാ. കുട്ടിമണിയെ അന്വേഷിച്ച് വേറെ അങ്ങും പോകേണ്ട കാര്യമില്ല. അവള് മാണിക്യമംഗലത്തുണ്ട്. അവിടുത്തെ കൊച്ചു രാക്ഷസി ഉണ്ടല്ലോ, മാതികാല. ആ രാക്ഷസി എന്തൊക്കെയോ നാടകം കളിച്ചാ കുട്ടിമണി അവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് തള്ളരാക്ഷസി ഏൽപ്പിച്ചിട്ട് അവൾ എവിടെയോ പോയി. ഞാൻ കുട്ടിമണിയെ കൊണ്ട് ആ തള്ളക്കിട്ട് മാക്സിമം പണി ഉടുപ്പിച്ചോണ്ടിരിക്കുക. സീതക്കൊച്ച് എത്രയും വേഗം മാണിക്യമംഗലത്തേക്ക് വരണം. കുട്ടിമണിയെ അവിടുന്ന് രക്ഷിക്കണം. അവിടുത്തെ പൂതനമാര് അവളെ വിൽക്കാൻ പോലും മടിക്കില്ല. ഞാൻ വരാം. ശീലാവതി ചേച്ചി പറ്റൂ. വേഗം വരണം. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ആ രാക്ഷസന്മാരുടെ ഒരു പണിയും നടക്കില്ല. ജീവനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. തള്ളെ തളയ്ക്കാൻ എനിക്കറിയാമെങ്കിലും ആ മതികല ഉണ്ടല്ലോ, ആ പിശാചിന്റെ മോള്, അവള് തീരെ ശരിയല്ല. എന്നെ കൊല്ലുമെന്ന് അവൾ പല പ്രാവശ്യം പറഞ്ഞു. കൊല്ലാൻ വന്നാൽ ഞാൻ അവളെ തട്ടും, അത് വേറെ കാര്യം. എന്നാലും ഒരു ശവം വീഴുന്നതിന് മുമ്പ് കുട്ടിമണി അവിടുന്ന് രക്ഷിക്കണം മോളെ. ആ, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ശരി മോളെ. ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് ആരോടും പറയല്ലേ. ഇല്ല, ശീലാവതി ചേച്ചി പറ്റൂ. എന്നാ ശരി മോളെ, ശരി. മോളെ, നീയും ബാലനും തമ്മിൽ എന്താ പ്രശ്നം? അവൻ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നിസാര കാര്യങ്ങൾ ഇങ്ങനെ ഊതിപ്പരിപ്പിച്ച് വഷളാക്കണോ? കുഞ്ഞിനെ അവൻ ശ്രദ്ധിക്കാത്തതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് അപ്പച്ചിയമ്മയ്ക്ക് അറിയാം. അതൊക്കെ മാറിക്കൊള്ളും. പിന്നല്ലാതെ കാലമുണക്കാത്ത മുറിവുകളുണ്ടോ മോളെ? എന്നാലും മോളെ അവഗണിക്കുന്നത് അവള് സ്വന്തമല്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ? അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. കലുമോളൊരു കള്ളക്കഥ പറഞ്ഞു എന്ന് കരുതിയ പോരെ? അല്ല, ഇതൊക്കെ ഞാൻ ആരോടാ പറയുന്നേ?
അവള് കുട്ടിമണിയുടേതാണോന്ന് അപ്പച്ചമ്മയ്ക്ക് പോലും സംശയമാണല്ലോ. അപ്പൊ പിന്നെ ബാലേട്ടന്റെ കാര്യം പറയണ്ടല്ലോ. മോളെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരുപാട് സ്നേഹിച്ച കുഞ്ഞിനെ ബാലൻ മനസ്സിന് കൊടുത്തതും അത്തരം ഒരു സമയത്താണ്. നീ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയതിനും തിരിച്ചു വന്നതിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. അതുപോലെ മോളെ വീണ്ടും സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെയുള്ളൊരു സമയം വരും. ക്ഷമയോടെ കാത്തിരിക്കാനേ നമുക്ക് പറ്റൂ. ഭഗവാൻ നടത്തുന്ന കൂത്തിലെ വെറും പാവകളില്ലേ നമ്മൾ മനുഷ്യർ. ആഹാരം കൊടുക്കാൻ മാത്രമേ നീ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുള്ളെന്ന് ബാലൻ പരാതി പറഞ്ഞു. അതെന്താ അങ്ങനെ? അപ്പച്ചപ്പന്റെ ഉപദേശം കേട്ടിരിക്കാനാണെങ്കിൽ എന്തിനാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആശുപത്രി തന്നെ കിടത്തിയാ പോരായിരുന്നോ? ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ അപ്പച്ചമ്മേ. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ, എല്ലാവർക്കും വെച്ചു വിളമ്പണ്ടേ. ഇതിന്റെ ഇടയിൽ എനിക്കെവിടെയാ നേരം? വേണമെന്ന് വെച്ചാൽ നേരമൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ദിവസം കുഞ്ഞിനെ ഇനി ഞങ്ങൾ അപ്പൂപ്പനും അമ്മുമ്മയും കൂടെ നോക്കിക്കൊള്ളാം. നീ ബാലന്റെ അടുത്തേക്ക് ചെല്ല്. അത് ഉണരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അവള് കരയും. കരയുമ്പോ ഈ അപ്പൂപ്പൻ അവളെ എടുത്ത് നിന്റെ അടുത്ത് കൊണ്ടുവരും. പിന്നെ അമ്മുമ്മയും ഉണ്ട് അവളെ എടുക്കാൻ. മനസ്സിലെ പരിഭവങ്ങളൊക്കെ മാറ്റിവെച്ച് ചെല്ലുമോളെ. ഈ അവസ്ഥയിൽ അവന് താങ്ങാകേണ്ടവള് നീയാ, ഞങ്ങളല്ല. പിന്നെ മോളെ, കടയുടെ കാര്യത്തില് എന്ത് ചെയ്യാൻ പറ്റുമെന്നൂടെ നിങ്ങളൊന്ന് ആലോചിക്ക്. പലചരക്കുകളൊക്കെ കടമായി കിട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ നമുക്ക് രവിയെ കൊണ്ട് കട തുറപ്പിക്കാം. ശരി അപ്പച്ചമ്മ. സുഭദ്രി, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. അത് കൊള്ളാം. കുഞ്ഞിനെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് നാവകത്തോട്ടിട്ടില്ല. അതിനും പൂരി വിറ്റാൻ പോവുകയാണോ? ഇങ്ങോട്ട് വന്നേ. ഞാൻ വേഗം വരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്നേ. Okay, doctor. I am trusting you. I need him back at any cost. Thank you. സർ. യെസ്. അയ്യപ്പൻകുട്ടി സാറിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇൻഫോം ചെയ്ത ആളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കൂ. സർ. CA അയ്യപ്പൻകുട്ടിയുടെ സ്ഥിതി അല്പം ക്രിട്ടിക്കലാ. ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാകുമെന്നാ അദ്ദേഹം പറഞ്ഞത്. ബ്ലഡ് ഒരുപാട് വാർന്നുപോയ സ്ഥിതിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലും പെർമനൻ്റായ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം. ഇത് ചെയ്തവരാരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. യു ഷുഡ് ബി ഇൻചാർജ് ഓഫ് ദ എൻക്വയറി. ഏറ്റവും സമർത്ഥരായവരായിരിക്കണം ടീമിലുള്ളത്. ഓക്കെ, മീറ്റ് മീ വിത്തിൻ 1 hour. സർ, ഇയാളാണ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തത്. എന്നെ കുത്തി എന്ന് മാത്രമേ അയ്യപ്പൻകുട്ടി പറഞ്ഞുള്ളൂ. ആരാ കുത്തിയതെന്ന് എന്തെങ്കിലും സൂചനകൾ? ഇല്ല സാറേ, അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബോധം പോയി കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിലെത്തി സാറിനോട് വിവരം പറഞ്ഞു. ഇവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് അയ്യപ്പൻകുട്ടി സാറിനെ കണ്ടെത്താൻ താമസിച്ചത്. എടോ, വെറുതെ താൻ കള്ളം പറയരുത്. ഇവൻ കള്ളനാ സാറേ. മതി, നിർത്ത്. താൻ പറ. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് അറിയാം സാറേ. എന്നാലും ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. താനെന്തിനാ അയ്യപ്പൻകുട്ടി ആ സമയത്ത് വിളിച്ചത്? എൻ്റെ ഒരു ബായുടെ കേസിൻ്റെ കാര്യം പറയാമോ? കുറേ ദിവസങ്ങളായി അയ്യപ്പൻകുട്ടി സാറ് സ്ഥലത്തില്ലായിരുന്നല്ലോ. വിളിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് ഏതോ കേസിൻ്റെ പിന്നാലെയാണെന്ന്. ശരിയാണ്. ഈ സംഭവം നടക്കുന്നതിന് അല്പം മുമ്പ് അയാൾ എന്നെ വിളിച്ചിരുന്നു. ശിവപാണ്ഡ്യ പെരുമാൾ എന്ന ക്രിമിനലിനെ പറ്റി ചില ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലും മറ്റുമായിരുന്നു അയ്യപ്പൻ. ശിവപാണ്ഡ്യ പെരുമാൾ? ശിവ സാറേ, ഞാനും മനസ്സിജമ്പായും കൂടിയാ അവനെ പിടികൂടി അയ്യപ്പൻകുട്ടി സാറിനെ ഏൽപ്പിച്ചത്. ഓ, അത് നിങ്ങളായിരുന്നു അല്ലേ? ഇങ്ങനെ ഒരു ഇൻഫോമറെ പറ്റി അയ്യപ്പൻകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ മറന്നു. എല്ലാരും പിച്ചള പിച്ചളാന്ന് വിളിക്കണേ. ആ വിളി കേട്ട് എൻ്റെ ശരിക്കുള്ള പേരങ്ങോട്ട് ഞാൻ മറന്നു. ശിവ തന്നെയാകും അയ്യപ്പൻകുട്ടി സാറിനെ കുത്തിയത്. ഇതിനകം അവൻ ഈ നാട് വിട്ട് പോയി കാണും സാറേ. ചെയ്തത് ശിവ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമൊന്നുമില്ല. പക്ഷേ അവൻ എങ്ങനെ അയ്യപ്പൻകുട്ടിയുടെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു? ആരൊക്കെ അവനെ സഹായിച്ചു? അത്തരം ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരം എന്തെങ്കിലും തന്റെ പക്കലുണ്ടോ? സഞ്ജു അല്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത്? തമിഴ്നാട് കേഡറുള്ള DYSP ജയസേനൻ സാറിന്റെ മകന്റെ കാര്യം ഞാൻ പറഞ്ഞു. മനസ്സിലായി.
പാഞ്ചാലിമേട് ടവറിന്റെ ഏരിയയിൽ അവന്റെ ഏതെങ്കിലും മൊബൈൽ നമ്പർ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ട്രേസ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സഞ്ജുവും മതികലയുമല്ലാതെ ശിവയെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല സാറേ, വേറെ ആരും എനിക്ക് അറിയില്ല. ശരി, താൻ പൊയ്ക്കോ. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിപ്പിക്കും. അയ്യപ്പൻകുട്ടി സാറിനെ കുത്തിയവനെ വെറുതെ വിടരുത് സാർ. എങ്ങനെയോ അവനെ പൊക്കണം. ശരി സാർ. ആന്റി പറഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് കുട്ടിമണി പിടിച്ചോണ്ട് പോയി കാട്ടി കളഞ്ഞത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ മതി വിളിച്ചു. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കുട്ടിമണി തിരിച്ചിവിടെ എത്തിക്കണമെന്ന് പറയാൻ. എന്ത് ചെയ്യാനാ സഞ്ജു, ഒക്കെ കൈവിട്ടു പോയി. ആ മനസ്സിജൻ വന്ന് ഇവിടെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് അവളെ വിളിച്ചു പറഞ്ഞേക്കാവുന്ന എനിക്ക് തോന്നിയതൊരു അബദ്ധമായി. കുട്ടിമണിയെ മനസ്സിജൻ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് കണ്ടില്ലെന്നായി അവള്. ചോദ്യം ചെയ്ത് വന്നപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി നീ കൊണ്ടുപോയെന്ന്. ഇത് വല്ലാത്ത ചതിയായിപ്പോയി. ശിവയെ കണ്ടുപിടിച്ച് അയ്യപ്പൻകുട്ടിയുടെ ദേഹത്ത് പിച്ചാത്തിയേറ്റ ദിവസമായിരുന്നു. അതിന്റെ സന്തോഷം കൂടി ആ പൊട്ടിമണി പിച്ചാതി നശിപ്പിച്ചു. എന്താ സഞ്ജു നീ പറഞ്ഞത്? ശിവയെ കിട്ടിയോ? അയ്യപ്പൻകുട്ടിയെ നീ തീർത്തുന്നോ? ആ, കുട്ടിമണി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അതിനിടയില ശിവയെ അയ്യപ്പൻകുട്ടി പൂട്ടിയിട്ട സ്ഥലം കണ്ടുപിടിച്ചത്. അവൻ അയച്ചു വിട്ടപ്പോഴത്തേക്കും അയാൾ വന്നു. പിന്നെ വിട്ടില്ല, അങ്ങ് കാച്ചി. അതൊരുമാതിരി ശിക്കാരി ശംഭുവിന്റെ കഥ പോലെ ആയല്ലോ. മുയലിനെ പിടിക്കാൻ വെച്ച കെണിയിൽ പുലി വീണു. കഥ എന്തായാലും എന്താ, നമ്മുടെ ഒരു മിത്രത്തെ രക്ഷപ്പെടുത്തി ശത്രുക്കളിൽ ഒന്നിനെ തീർത്തു. അതൊരു വലിയ കാര്യം തന്നെയാ. പക്ഷേ ഇതൊന്നും പറഞ്ഞ് മതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. കുട്ടിമണി കയ്യിന്ന് പോയതിന് അവളനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. അതിന് കുട്ടിമണിയെ നിനക്ക് കിട്ടിയില്ലെന്ന് വെച്ച് അവളെന്തിനാ വയലന്റ് ആവുന്നത്? ആന്റി, അവളെ വെച്ച് എന്തൊക്കെ പ്ലാൻ ഉണ്ട് മതിക്ക്. പ്ലാനുകൾ ഇനിയും നടത്താലോ. എന്റെ പുക കണ്ടേ അടങ്ങുന്നുള്ള വാശിയില് അവള് തിരിച്ചു വന്നല്ലോ. കുട്ടിമണി തിരിച്ചു വന്നോ? എപ്പോ? 10 മിനിറ്റ് ആയി കാണും. രാവിലെ അവളെ ഉപദ്രവിച്ചതിനും നിന്റെ കൂടെ പറഞ്ഞു വിട്ടതിനും ഒക്കെ എനിക്ക് ശരിക്ക് കിട്ടി. വേഷം മാറി തിരിച്ചു വന്നിട്ട് ബാക്കി തരാന്ന് പറഞ്ഞിട്ടാ അവള് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശീലാവതിയെ സ്ഥലത്തില്ല. അടിച്ചവളുടെ അണപ്പല് തെറിപ്പിക്കാൻ അറിയണ്ടല്ലോ എനിക്ക്. മതിക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇനി ഒന്നിനും ഞാനില്ല. അവള് വന്ന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. എന്നാലും ആന്റി, സഞ്ജു, ഈ ലോകത്ത് എല്ലാവരുടെ മുന്നിലും വാചകൊടിച്ചു പിടിച്ചു നിൽക്കാം. പക്ഷേ ഇവളുടെ അടുത്ത് ഒന്നും നടക്കില്ല. പൊട്ടിക്ക് ഡയലോഗില്ല, ഫുൾ ടൈം ആക്ഷനാ. തിരിച്ചു വല്ലതും ചെയ്യാന്ന് വെച്ചാ മതി സമ്മതിക്കത്തുമില്ല. കുട്ടിമണി തിരിച്ചു വന്ന കാര്യം അവൾ വിളിച്ചു പറഞ്ഞോ? ഇല്ല, കിട്ടാനുള്ളത് ബാക്കിയോടി വാങ്ങിച്ചിട്ട് വിളിച്ചു പറയാന്ന് കരുതി. ഞാനിവിടെ ഉള്ളപ്പോ അവൾ ആന്റി ഒന്നും ചെയ്തില്ല. ധൈര്യമായിട്ടിരിക്കെ. എടാ തെണ്ടി, നീ എന്നെ ഉത്തരവിക്കും, വായിൽ തുണി ഊതി കെട്ടും, കൈ പിടിച്ച് കെട്ടും, അല്ലടാ നീ പട്ടി. വേണ്ട സഞ്ജു, വേണ്ട സഞ്ജു, എന്തെങ്കിലും ചെയ്യും മുമ്പ് നീ മതിയെ ഓർക്കണം. നിന്നെ കൊല്ലണയൻ. നീ പോണ്ട, നിന്നെ ഞാൻ ഓടിച്ചാടാ. ഇനി നിന്നെ ഇവിടെ എങ്ങും കണ്ടുപോയേക്കല്ലോ, പറഞ്ഞേക്കാം. ഇവനിതപ്പോ വന്നു. ഈ ചെകുത്താന് പണി കൊടുത്തോ കുട്ടിമണി? അവനെന്നെ കാട്ടിക്കൊണ്ടേ കളഞ്ഞു. കാട്ടിലോ? ആന്നെ കാട്ടില്, വലിയ കാട്ടില്. ഞാനങ്ങ് പേടിച്ചു പോയി. എന്നെ കെട്ടയച്ചപ്പോഴേ ഞാനങ്ങ് ഓടി. എന്നിട്ട് പാത്തിരുന്നു. അപ്പൊ രാവിലെ വന്നു. എന്റെ ഭഗവതി, അപ്പോ ഇതിനു വേണ്ടിയാണോ എന്നെ ഇവിടുന്ന് രാവിലെ പറഞ്ഞു വിട്ടത്? മോള് വിഷമിക്കണ്ട. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അവര് വന്ന് മോളെ രക്ഷിച്ചോളും. എന്നെ രാവിലെ രക്ഷിച്ചാ മതി. അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്തായാലും നിന്നെ ദ്രോഹിച്ചവർക്ക് നീ ശരിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാലും ആ രാക്ഷസിയെ ഒന്നുകൂടെ കണ്ടേക്കാം. രാവിലെ നിന്റെ കഷരയിലാണ് വെച്ചതല്ലേ നീ എന്നെ പിന്നെ കളയാൻ നോക്കിയത്. നോക്കിക്കോ, നിന്റെ കത്തിലെ മുഴുവനും ഞാൻ ആണ് വെക്കും. നോക്കി പേടിപ്പിച്ചു നടി.
ക്ഷമിക്കണം. ഇനി നമുക്ക് സ്നേഹമായിട്ട് കഴിയാം കുട്ടിമണി മോളെ. സ്നേഹം കൊണ്ടേ വേണ്ട. എന്നാലും ക്ഷമിച്ചേക്ക് കുട്ടിമണി. വിവരമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാ. പോട്ടെ. ഈ ശീലാവതി പറഞ്ഞതുകൊണ്ട് ഇന്നും കൂടി ഞാൻ വെറുതെ വിട്ടേക്കുന്നു. ഇനി എന്നെ ഉപദ്രവിച്ചോ? ഇല്ല, ഇനി ഞാൻ ഉപദ്രവിക്കില്ല, സത്യം. പറഞ്ഞു വിട്ട അനുസരിച്ച് ഞാൻ കുറെ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചോ. എന്റെ 16 അടിയന്തരത്തിന് വിളമ്പാം. അടിയന്തരം ഉടനെ ഉണ്ടാവോ മാഡം? അല്ല, ഇതൊക്കെ ചീത്തയാകുന്നതിന് മുമ്പ് നടത്തണ്ടേ? പൊടിയകത്ത്. അമ്മ പറ, കുട്ടിമണിയെ കിട്ടിയോ? കുട്ടിമണിയെ എത്ര തപ്പിയിട്ടും സഞ്ജുവിന് കിട്ടിയില്ല. പക്ഷേ കാട്ടിൽ കൊണ്ടുപോയി വിട്ട പൂച്ചക്കുട്ടി തിരിച്ചു വരുന്നതുപോലെ അവളിങ്ങെത്തി. ഇതിന്റെ മാജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാജിക് എന്തായാലും എന്താ, അവള് വന്നല്ലോ, അത് മതി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല മതി. എനിക്കതിനെ ഇനി സഹിക്കാൻ വയ്യ. എന്നോടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ച അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അമ്മ, ഈ ഭ്രാന്ത് അമ്മ സഹിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനെതിരെ നിർത്താനും നാളെ നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് അനുഭവിക്കാനും ഒക്കെ നമുക്കൊപ്പം കുട്ടിമണി വേണം. ഒരു ശത്രുവായി അവൾ മാണിക്യമംഗലത്ത് നിന്നിട്ട് നമുക്കെന്താ പ്രയോജനം? പഴയതൊന്നും ഓർമ്മയില്ലെങ്കിലും അവളുടെ ബുദ്ധി ഒരുപാട് കൂടിയിട്ടുണ്ട്. ആ മനസ്സിൽ ഞാനും നീയൊക്കെ രാക്ഷസികളാ മോളെ. അവളുടെ മുന്നിൽ നമ്മളെയൊക്കെ മോശക്കാരാക്കുന്നത് വേറെ ആരുമല്ല, ആ ശീലാവതിയ. കുറെ മുമ്പ് ആ വൃത്തികെട്ടവൾ ഇവിടെയും വലിഞ്ഞേറി വന്നിരുന്നു. സീതയാണെന്ന് കരുതി എന്റെ പിന്നിൽ വന്ന് നിന്ന് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. എങ്കിൽ ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട വേണ്ട, ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. നാളെ ഞാൻ അങ്ങോട്ട് വരാം. അവർക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. പക്ഷേ അവിടുന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ പറഞ്ഞത്? ബുദ്ധിമുട്ടൊക്കെ തന്നെ. എന്നാലും വയലോരം വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് ഞാൻ ഇന്നലെ വീഴ്ത്തി. എന്റെ ഭർത്താവ് രവിയെ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. തൽക്കാലം അയാൾ ഒതുങ്ങിയെന്ന് മാത്രം അറിഞ്ഞാൽ മതിയാണോ? ഇനിയിപ്പോ ഒന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ വന്നാലും അയാൾ എന്നെ തിരിച്ചു വീട്ടിൽ കയറ്റും. എങ്കി നാളെ തന്നെ നീ ഇങ്ങോട്ട് വാ, അല്ലാതെ രക്ഷയില്ല. ഒന്നുകൊണ്ടും വിഷമിക്കില്ല, ഞാൻ അങ്ങോട്ട് വരുമല്ലോ. എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. ശരി, ബാക്കി ഞാൻ നേരിട്ട് വരുമ്പോ പറയാം. ഇപ്പോൾ ആരോടാ കുശൂഷിക്കുന്നേ? വാതിൽ തുറക്കടി. എടി വാതിൽ തുറക്കാൻ. ഞാൻ ഈ വാതിൽ ചവിട്ടി പൊളിക്കും. തുറക്കടി കതവ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. അയ്യോ, എന്താ അപ്പച്ചിയമ്മേ? മാറടി. പറയടി, ആരോടാ നീ വർത്താനം പറഞ്ഞത്? വർത്താനം പറഞ്ഞെന്നോ? ഞാനോ? അതിനീ റൂമിനകത്ത് ആരും ഇല്ലല്ലോ. ആരാടി ഇവിടെ നിന്ന് നിന്നോട് സംസാരിച്ചത്? ആരും വന്നില്ല അപ്പച്ചിയമ്മേ. നിന്റെ ശബ്ദം ഞാൻ കേട്ടതാ. വെറുതെ എന്നോട് നുണ പറയണ്ട. ഓ, അതോ? അതെ, ഞാൻ നാമം ചൊല്ലുമായിരുന്നു അപ്പച്ചിയമ്മേ. ഭഗവത് ചിന്തയിൽ മുഴുകുമ്പോ മനസ്സിന് വല്ലാത്തൊരു ശാന്തി കൈവരും, അല്ലേ അപ്പച്ചിയമ്മേ? സാധാരണ മനുഷ്യർക്കൊക്കെ ശാന്തി കിട്ടും. പക്ഷെ നിന്റെ കാര്യം എനിക്കറിയത്തില്ല. നീ നാമം ജപിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും നിന്റെ കള്ളത്തരങ്ങൾ. അയ്യോ, അങ്ങനൊന്നും ഇല്ല. Yeah.